നമസ്കാരം. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 1976 42 ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് തള്ളിയത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കെ എന്തിനാണ് ഇപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസം കൊണ്ട് ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥമാക്കുന്നത്. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് SR ബൊമ്മെ കേസിൽ വിധിച്ചിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വിശദീകരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ചേർത്തത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. സോഷ്യലിസവും മതേതരത്വവും എന്താണെന്നും അത് എങ്ങനെ നടപ്പാക്കണം എന്നതും സർക്കാരിന്റെ നയത്തെ ആശ്രയിച്ചിരിക്കുമെന്നും ബെഞ്ച് വിശദീകരിച്ചു. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത് ബൽറാം സിംഗ്, മുതിർന്ന BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി, അഭിഭാഷകൻ അശ്വിനി കുമാർ ഉപാധ്യായ എന്നിവരാണ് ഹർജികൾ സമർപ്പിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് ചെയ്തതെല്ലാം അസാധുവാണെന്ന് പറയാൻ കഴിയില്ല. 1976 ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, മതേതര, സമഗ്രത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. ഈ ഭേദഗതി ആമുഖത്തിലെ ഇന്ത്യയുടെ വിവരണം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റിയിരുന്നു. അന്തരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് മതനിരപേക്ഷതയെന്ന് സുപ്രീം കോടതി പറഞ്ഞ നിരവധി വിധികളുണ്ടെന്ന് ബെഞ്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ രണ്ട് പദപ്രയോഗങ്ങൾ 1976 വന്ന ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ഭാഗമായത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് ബെഞ്ച് ഊന്നിപ്പറഞ്ഞു. നിയമ ഭേദഗതി നിലവിൽ വന്നതിന് ശേഷമുള്ള ദശാബ്ദങ്ങളിൽ വിപുലമായ ജുഡീഷ്യൽ പരിശോധനയ്ക്കും നിയമനിർമ്മാണ അംഗീകാരത്തിനും ഭരണഘടന വിധേയമായിട്ടുണ്ടെന്നും കോടതി ആവർത്തിച്ചു. മുൻ ഹിയറിംഗുകളിൽ സോഷ്യലിസം എന്നതിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ആശങ്കകളെ കോടതി അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ പദം ഒരു ക്ഷേമരാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നുവെന്നും സ്വകാര്യ മേഖലയുടെ വളർച്ചയുമായി വൈരുദ്ധ്യമില്ലെന്നും സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാനമാണെന്നും അത് ഭേദഗതി ചെയ്യാനാകില്ലെന്നുമുള്ള സുപ്രധാന വാദമാണ് കോടതി ഉയർത്തിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ ഉൾപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയുടെ അടിത്തറയായി നാം കാണുന്ന മതേതരത്വവും സോഷ്യലിസവും ഭേദഗതി ചെയ്യാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാനമാണെന്ന് മുമ്പും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് ഖന്ന പറഞ്ഞു. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിരവധി വിധിന്യായങ്ങളുണ്ട്. വാസ്തവത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന നിലയിൽ അതിന് ഭേദഗതി ചെയ്യാനാവാത്ത ഭാഗം എന്ന പദവി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിധിന്യായങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം എന്ന് ജസ്റ്റിസ് ഖന്ന ഹർജിക്കാരോട് പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശവും ഭരണഘടനയിലെ 3-ാം ഭാഗത്തിന് കീഴിലുള്ള മൗലിക അവകാശങ്ങളും പരിശോധിച്ചാൽ മതനിരപേക്ഷത എന്നത് ഭരണഘടനയുടെ പ്രധാന സവിശേഷതയായി കാണാമെന്നും ജഡ്ജി ഊന്നിപ്പറഞ്ഞു. മതേതരത്വം ഭരണഘടനയുടെ കാതലായ സവിശേഷതയായി കണക്കാക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന അംഗീകരിക്കുകയും ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ ഫ്രഞ്ച് മാതൃകയാണ് നമ്മൾ പിന്തുടർന്നത്. എങ്കിലും മതേതരത്വത്തിന്റെ പുതിയ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും ജഡ്ജി കൂട്ടിച്ചേർത്തു. ഇന്ത്യ മതേതരമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ജസ്റ്റിസ് ഖന്ന ഹർജിക്കാരോട് ചോദിച്ചു. ഇന്ത്യ മതേതരമല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഈ ഭേദഗതിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് ഹർജിക്കാരനായ ബൽറാം സിംഗിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കി. സോഷ്യലിസം എന്ന വാക്ക് ഉൾപ്പെടുത്തുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെ വെട്ടിക്കുറയ്ക്കുമെന്ന് ഡോക്ടർ അംബേദ്കർ അഭിപ്രായപ്പെട്ടിരുന്നുവെന്നും ജെയിൻ കോടതിയിൽ പറഞ്ഞു. സോഷ്യലിസം അർത്ഥമാക്കുന്നത് സമത്വവും രാജ്യത്തിന്റെ സമ്പത്ത് തുല്യമായി വിതരണം ചെയ്യണമെന്നാണെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ സോഷ്യലിസത്തിന് നൽകുന്ന അർത്ഥം നമ്മൾ എടുക്കേണ്ടതില്ലെന്നും ഹർജിക്കാർക്ക് മറുപടിയായി ജസ്റ്റിസ് ഖന്ന പറഞ്ഞു. ഈ വാദത്തിനൊടുവിലാണ് സുപ്രീം കോടതി ഹർജികളിന്മേൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. മതരാഷ്ട്ര നിർമ്മിതിക്ക് ഭരണഘടന പൊളിച്ചു കളയണമെന്ന് മോഹിക്കുന്നവർക്ക് ഈ വിധി തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല.